ഹായ് വ്യൂവേഴ്സ്, ബ്രേക്ക് ത്രൂ ക്ലാസ്സസിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇൻകം ആയിട്ട് കിട്ടുന്നത്. അതുപോലെ കൊടുക്കാനുള്ളതും അങ്ങനത്തെ ഇപ്പോൾ സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അതിലൂടെയൊക്കെയാണ് അവർക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സാധാ ബിസിനസ് ഫേം പോലെയല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിന് വേണ്ടിയല്ല അവർ വർക്ക് ചെയ്യുന്നത്. അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുന്നത് എക്സ്പെൻസസും ലോസസും വെച്ചിട്ടാണ്, ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻകംസും ഗെയിൻസും വെച്ചിട്ടാണ്. അതുപോലെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെർക്കൻഡൈൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി എന്തൊക്കെ നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം, ശേഷം ബാക്കിയുള്ളത് എങ്ങനെയൊക്കെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കാണാം. അതുപോലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രൊഫോമ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെയാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്, ഡെബിറ്റ് സൈഡാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്, അതുപോലെ ക്രെഡിറ്റ് സൈഡാണ് ഇൻകംസ് ഒക്കെ വരുന്നത്. പക്ഷേ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന് ഓപ്പോസിറ്റ് ആണ് ഇത്. കണ്ടോ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡാണ് കിട്ടുന്നതൊക്കെ എഴുതുന്നത്. ഇവിടെ ഡെബിറ്റ് സൈഡ് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് എഴുതുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ റെസീപ്റ്റ്സിൽ തന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് പേയ്മെൻറ്റ്സിൽ തന്നിരിക്കുന്നത്. റെസീപ്റ്റ്സിൽ നമുക്ക് കാണാം ബാലൻസ് ബ്രോഡ് ഡൗൺ തന്നിട്ടുണ്ട്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ. ഈ ബാലൻസ് ബ്രോഡ് ഡൗണും ബാലൻസ് ക്യാരി ഡൗണും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഒരിക്കലും എഴുതാറില്ല. അതുപോലെ റവന്യൂ നേച്ചറിലുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതുള്ളൂ, ക്യാപിറ്റൽ നേച്ചറിലുള്ള കാര്യങ്ങളൊന്നും എഴുതില്ല. ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കാര്യമാണ്. അഡ്ജസ്റ്റ്മെന്റ്സിൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻസിനെ പറ്റി അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, സാലറീസ്, റെന്റ്, അതുപോലെ ഡൊണേഷന്റെ ഹാഫ്, 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഡൊണേഷൻസ് ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആയി തന്നിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് ചെറുതായൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാതെ മറന്നു പോകാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻസിൽ ഒരു കുത്ത്, പിന്നെ സാലറീസ് ആണ്, പിന്നെ ഡൊണേഷൻസ്, അതുപോലെ റെന്റ്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മളത് മറക്കാണ്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ എടുക്കില്ല. ഈ റെസീപ്റ്റ്സിൻ്റെ സാധനങ്ങളൊക്കെ ഇൻകം സൈഡും പേയ്മെൻറ്റ്സിൻ്റെ സാധനങ്ങളൊക്കെ എക്സ്പെൻഡിച്ചർ സൈഡുമാണ് എഴുതുക. അപ്പോൾ റെസീപ്റ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ എടുക്കില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സബ്സ്ക്രിപ്ഷൻ 2700 റുപ്പീസാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2013 250 റുപ്പീസാണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻക്ലൂഡ് ₹100 ഫോർ 2014. ഇത് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. 2014 സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ഓൾറെഡി കിട്ടിയതിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 31st December 2013 250 റുപ്പീസ് സബ്സ്ക്രിപ്ഷൻസ് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഇയർ, അതായത് ഇയറിൻ്റെ അവസാനത്തെ മാസം, ഇപ്പോൾ 31st December കിട്ടാനുള്ളതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. അത് 1st January 2013 പറയണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ലെസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ 31st December 2013 എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ പൈസ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് എഴുതാം. സബ്സ്ക്രിപ്ഷൻ, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം, 2700. അതുപോലെ ആഡ് ചെയ്യേണ്ടത് ഈ 250 റുപ്പീസാണ്.
ഇനി രണ്ടാമത്തെ സബ്സ്ക്രിപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് റിസീവ്ഡ് ഇൻക്ലൂഡ് 100 ഫോർ 2014. 100 രൂപ 2014 ഇപ്പോഴേ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് ലെസ് ചെയ്ത് കാണിക്കണം. ₹100 ലെസ് ചെയ്ത് കാണിക്കണം. ഇതാണ് സബ്സ്ക്രിപ്ഷൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയി വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 31 ഡിസംബറിൽ കിട്ടിയതുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്തത്. ഫസ്റ്റ് ജാനുവരി ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് ലെസ് ചെയ്ത് കാണിക്കണം. അതാണ് സബ്സ്ക്രിപ്ഷൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടുക 2850 റുപ്പീസാണ്. അപ്പം ഇതാണ് സബ്സ്ക്രിപ്ഷൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അടുത്തത് ഇവിടെ ഡൊണേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഡൊണേഷൻസിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1/2 ഓഫ് ദി ഡൊണേഷൻസ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. 1/2 എന്ന് പറയുന്നത് പകുതി ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യുന്നത് നമ്മൾ ഇതിലെടുക്കില്ല, റവന്യൂ ചെയ്യുന്നത് മാത്രമാണ് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് മാറ്റി ബാക്കിയുള്ളത് നമ്മൾ എടുത്താൽ മതി. ഡൊണേഷൻസിൻ്റെ എമൗണ്ട് 300 ആണ്. 300ന്റെ പകുതി, അതായത് 150 മാത്രം നമ്മൾ ഇവിടെ എടുത്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൊണേഷൻസ് മൊത്തം 300, അതിൽ നിന്ന് 150 കുറച്ച് നമ്മൾ 150 ആണ് ബാക്കി ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഈ സൈഡിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് അപ്പുറത്തെ പേയ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. എക്സ്പെൻഡിച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സാലറീസ് ആണ്. സാലറീസ് 400 റുപ്പീസാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വന്നിരിക്കുന്നത് salaries unpaid or outstanding on 1/1/2013 75, 31/12/2013 50. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻസ് പോലെ തന്നെയാണ് ഇവിടെ സാലറീസിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് തുടക്കത്തിലെ മാസത്തിലാണെങ്കിൽ നമ്മളത് ലെസ് ചെയ്ത് കാണിക്കണം, അവസാനത്തെ മാസത്തിലാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ സാലറീസ് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സാലറീസ് 400 റുപ്പീസാണ്. അതിൽ ലെസ് ചെയ്യേണ്ടത് തുടക്കത്തിൽ നമ്മൾ ലെസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1/1/2013 നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം 75 റുപ്പീസ്. അതുപോലെ ആഡ് ചെയ്യേണ്ടത് അവസാനത്തെയാണ്. ആഡ് 50 റുപ്പീസ്. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് കിട്ടുക 375 റുപ്പീസാണ്. പിന്നെ അടുത്തത് റെൻ്റ് ആണ്. റെൻറ്റിൽ നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. റെൻറ്റ് പ്രീപെയ്ഡ് ഓൺ 31/12/2013. മുൻകൂട്ടി അടച്ച റെൻ്റാണ്, പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതും നമ്മൾ കുറച്ച് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ റെൻ്റ് എന്ന് എഴുതി. റെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 450 ആണ്. പ്രീപെയ്ഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 നമ്മൾ കുറച്ച് കാണിക്കണം. അപ്പോൾ 410 റുപ്പീസാണ് ആ കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ റെൻറ്റിൻ്റെ എമൗണ്ട് 410 ആണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഉള്ളത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ആണ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം നമ്മൾ എടുക്കും, കാരണം അതൊരു റവന്യൂ നേച്ചറാണ്. അതായത് പോസ്റ്റേജ് ടെലഗ്രാം ഇടക്കിടക്ക് നമ്മൾ വരുന്നതാണ്. അപ്പോൾ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 100 രൂപ. പിന്നെ വരുന്നത് സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി നമുക്ക് അത്യാവശ്യമായിട്ട് ഇടക്കിടക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലോങ് ടേം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചർ ഉള്ളത് മാത്രമേ എടുക്കാത്തുള്ളൂ. സ്റ്റേഷനറി എടുക്കും. സ്റ്റേഷനറി 40. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ നേച്ചറാണ്. അത് ലോങ് ടേം ആണ് അല്ലേ. നമുക്ക് ലോങ് ടേം ആയിട്ട് വരുന്നത് ഒന്നും ഇതിൽ എടുക്കില്ല, അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കില്ല. പിന്നെ ഉള്ളത് സൺട്രി എക്സ്പെൻസസ് ആണ്, അത് നമ്മൾ എടുക്കും. സൺട്രി എക്സ്പെൻസസ് എടുക്കും. അപ്പോൾ 180 റുപ്പീസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ആ കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡും കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ ഏത് സൈഡാണോ കൂടുതൽ വരുന്നത് അത് നമ്മൾ എന്താ പറയുക, സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇൻകം സൈഡാണ് കൂടുതൽ വെച്ചാൽ സർപ്ലസ് ആണ്, ഡെഫിസിറ്റ് ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് 3000 ആണ് കിട്ടുക.
3000. ഈ സൈഡ് കൂട്ടുമ്പോൾ അത്ര കിട്ടില്ല, 3000-നേക്കാളും കുറവാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ 3000 ആണ് രണ്ട് സൈഡ് എഴുതുന്നത്. എന്നിട്ട് ഇത് 3000-ന് ഈ എമൗണ്ട്സ് ബാലൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് 1895 റുപ്പീസാണ്. 1895. ഇത്രയും രൂപ ഇവിടെ കുറവാണ്. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ സർപ്ലസ് ആയിട്ടാണ് കാണിക്കുന്നത്, കാരണം ഇൻകം സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സർപ്ലസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. സർപ്ലസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.